അപ്പോൾ കഴിഞ്ഞ മഴയ്ക്ക് നമ്മുടെ പറമ്പിൽ ഒരു കപ്പളമാണെങ്കിൽ വീണു കേട്ടോ, പെടന്ന് വീണു. അന്നേരം അപ്പോൾ നമ്മുടെ മുകളിലത്തെ ആ വീടിൻ്റെ മേളിലോട്ടാണ് വീണേ. അന്നേരത്തേന് നമുക്ക് ആ കപ്പളങ്ങ എടുത്തുകൊണ്ട് വരാം കറി വയ്ക്കാൻ. കുറച്ച് കപ്പളങ്ങയൊക്കെ പോയി. അത്യാവശ്യം കപ്പളങ്ങ ഉണ്ടായിരുന്ന കപ്പളമാണെന്ന് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അച്ചാച്ചൻ പോയിട്ടുണ്ട് വെട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പുറകെ പോകും. എന്നിട്ട് കപ്പളങ്ങ എടുത്തുകൊണ്ട് വരാം കേട്ടോ. വാ. ഇവിടെ നമ്മൾ റെൻറ്റിനൊരു വീട് കൊടുത്തിട്ടുണ്ടേ. ഒരു പഴയ വീടാട്ടോ, ഇച്ചിരി തറവാട് പോലെയൊക്കെയുള്ള വീടാണ്. വീടിൻ്റെ അകമൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ വാടകക്കാരുണ്ട്. അപ്പോൾ ആ പറമ്പിൻ്റെ സൈഡിൽ നിന്ന് കപ്പളം, ഇവിടെ ഇഷ്ടംപോലെ കപ്പളം ഉണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണമെങ്ങാണ്ട് ആ വീണേക്കുന്നത്. അതിങ്ങനെ മഴയായതുകൊണ്ട് കപ്പളത്തിന് പൊതുവെ ഇച്ചിരി ശക്തി കുറവാണല്ലോ. അങ്ങനെ കായും ഉള്ളതുകൊണ്ട് പെടന്ന് വീണേ. നമുക്ക് പോയി നോക്കാം. ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് അച്ചാച്ചൻ അതെല്ലാം വലിച്ച് കയറ്റി കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കപ്പളങ്ങ എല്ലാം മണ്ടഭാഗം അതിൻ്റെ താഴെ അവരുടെ മുറ്റത്തേക്കാണ് വീണത്. അപ്പോൾ ഓടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് 7 എണ്ണം. ഇനി അതൊക്കെ നമുക്ക് മാറ്റിയിടണം. അപ്പോഴത്തേക്ക് മഴയും വരുന്നുണ്ട്, അടുത്ത മഴ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് ഇതെല്ലാം പെറുക്കിയെടുത്ത് താഴെ ചെല്ലണം. കണ്ട രാവിലെ പോലെ ഇരിക്കുമെങ്കിലും സമയം ശരിക്കും ഒരു 12 മണിയൊക്കെയാണ് കേട്ടോ. അത്ര ഉച്ചയാവാനായപ്പോഴാണ് ഇതുപോലെ. കാരണം ഒരു മഴ കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ്. അത് ആ കാണുന്നത് നമ്മുടെ വീടാണ് കേട്ടോ. താഴെ ആ ഓടിയിട്ട് കാണുന്നത്. ചതിച്ചു, മഴ പെയ്തു. ഇനി നമുക്ക് വീട്ടിലേക്ക് ഓടാവും. അയ്യോ, അപ്പോൾ കപ്പളങ്ങ മുഴുവൻ താഴെയാണ് വീണേക്കുന്നത് കേട്ടോ. കുറച്ചെണ്ണമേ ആ ടെറസേ വീണിട്ടുള്ളൂ. അപ്പോൾ അത് കറി വയ്ക്കാനും കൊള്ളത്തില്ല, ചെറുതൊക്കെ. അപ്പോൾ നമുക്ക് താഴെ അവരുടെ മുറ്റത്ത് കുറച്ച് കപ്പളങ്ങ വീണിട്ടുണ്ട്. അതിൽ നിന്ന് 2 എടുക്കാം. എല്ലാം കൂടെ എടുത്തിട്ടും കാര്യമൊന്നുമില്ല, കാരണം മൂത്തതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പഴുത്തിട്ടും കാര്യമില്ല, കറി വയ്ക്കാനേ കൊള്ളത്തുള്ളൂ. ഞാനവിടെ എത്തുമ്പോഴത്തേക്കും ശരിക്കും നല്ലോണം മഴ പെയ്തു കേട്ടോ. അതേ കണ്ടോ, നല്ല വെള്ളമൊക്കെ ആയി. ഞാൻ പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഒരു കുടയൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ താഴെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. സത്യത്തിൽ വീഡിയോ കാണാൻ നമുക്ക് തോന്നും കുറേ ദൂരമാണ്, പക്ഷേ ഇതെല്ലാം അടുത്തടുത്താണ് കേട്ടോ. ഈ വീടല്ലേ ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് 3 വീടായിരിക്കുന്നത്. പക്ഷേ ഇച്ചിരി വട്ടത്തിൽ കറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേനും അങ്ങനെ തോന്നുന്നതാണ്. അന്നേരം ഞാനിതാ അവിടെ കിടക്കുന്ന ഒരു കപ്പളങ്ങ ഇങ്ങനെ എടുത്തു. ഒത്തിരി ഉണ്ട് നമുക്ക് പെറുക്കി എടുക്കാൻ വേണ്ടി. പക്ഷേ മഴ പെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി പോകുന്നു. ആദ്യം നമുക്ക് മഴ കഴിഞ്ഞിട്ട് പോയി പെറുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ത് വിശേഷങ്ങൾ എന്ന് സ്വന്തം ദിവ്യ.